സംസ്ഥാനത്ത് പല സ്ഥലനാമങ്ങളുമുണ്ട്. ചില സ്ഥലനാമങ്ങൾ കൗതുകം ഉണർത്തുന്നതാണ്. ഇത്തരം കൗതുകങ്ങളും വിവരങ്ങളുമാണ് ഇതിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. തുണിവക്കിപ്പാലം എന്ന് കേട്ടിട്ടുണ്ടോ? കൊച്ചിയിലാണ് ഈ പാലം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ പണിതതാണ് ഈ പാലം. എന്ന് വെച്ച് ബ്രിട്ടീഷുകാരല്ല കേട്ടോ തുണിവക്കിപ്പാലം എന്ന പേര് നൽകിയത്. അത് നമ്മുടെ നാട്ടുകാർ നൽകിയ പേരാണ്. പണ്ട് ഫോർട്ട് കൊച്ചി ഭാഗം ബ്രിട്ടീഷ് കൊച്ചിയുടെ കീഴിലും മട്ടാഞ്ചേരി കൊച്ചി രാജാവിൻ്റെ ഭാഗമായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നത് പത്തായത്തോട് എന്നൊരു തോടാണ്. ഈ തോടിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലമാണ് ഈ പറഞ്ഞ തുണിവക്കിപ്പാലം. ഈ പേരിൻ്റെ കൗതുകം നമുക്കൊന്നറിയണ്ടേ? നമ്മൾ പാലത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെ ചെളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വസ്ത്രത്തിൽ ചെളി പറ്റരുത്, അതിന് വേണ്ടി നമ്മുടെ മുണ്ട് ഒന്ന് പൊക്കി പിടിക്കും അല്ലേ? പണ്ട് കാലത്ത് പാൻറ്റും കളസവും അതുപോലെ തന്നെ ലോവറൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകളടക്കമുള്ളവർ പൊതുവെ മുണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ പാലം കിടക്കാനായിട്ട് ചെളി പിറാണ്ട് കിടക്കാനായി തുണി അഥവാ മുണ്ട് പൊക്കി പിടിക്കും. അങ്ങനെയാണ് ഈ പാലത്തിന് തുണിവക്കിപ്പാലം എന്ന പേര് വന്നത്. പക്ഷേ ഇപ്പോൾ ആ പാലത്തിൻ്റെ പേര് ഒന്നുകൂടെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു കൗതുകരമായ പേര് ആ പേര് ഗർഭിണിപ്പാലം. ഗർഭിണിപ്പാലം എന്ന് പേര് വരാൻ കാരണം ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് ബ്രിട്ടീഷുകാർ പണിത ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് ഈ പാലം ഒന്ന് പുതുക്കി പണിതു നമ്മുടെ സർക്കാരിൻ്റെ സമയത്ത്. അപ്പോൾ ഈ കുറച്ച് അഴിമതി ആരോപണങ്ങളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. ഈ പാലം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒരു ഗർഭിണിയുടെ വയറിന് മാതിരിയായിപ്പോയി. കാരണം മിക്കവാറും സ്കൂട്ടറൊക്കെ മുകളിൽ കയറി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ തിരികെ പുറകിലേക്ക് വരുന്ന ഒരവസ്ഥയായി. അങ്ങനെ വന്നപ്പോഴാണ് നാട്ടുകാർ ഈ പാലത്തിന് പേരിട്ടത് ഗർഭിണിപ്പാലം എന്ന്. അപ്പോൾ ഈ പാലത്തിന് രണ്ട് പേരുണ്ട്. ഒന്ന് പഴമക്കാർ വിളിക്കുന്ന തുണിവക്കിപ്പാലം, ഇപ്പോഴത്തെ തലമുറ ഗർഭിണിപ്പാലം. ഇങ്ങനെ രണ്ട് പേരുള്ളൊരു പാലമാണ് ഈ പാലം. ഈ പാലത്തിന് അടുത്ത് തന്നെ മറ്റൊരു പാലമുണ്ട്. നമ്മൾ പഞ്ചവടിപ്പാലം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പാലത്തിൻ്റെ പേര് ഒരു മധുരമുള്ള പേരാണ്, പഞ്ചാരപ്പാലം. പഞ്ചാരപ്പാലം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് അതിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാൻ കഴിയും അല്ലേ? ഇതിലാരും പഞ്ചാരടിക്കാത്തവരാരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഈ പഞ്ചാരയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പാലത്തിന് ഈ പേര് വന്നത്. ഈ പാലത്തിൻ്റെ ഒരു കരയിൽ ഒരു മത്സ്യ സംസ്കരണശാലയുണ്ടായിരുന്നു. ഏതാണ്ട് 100 കണക്കിന് ചെറുപ്പക്കാരായ പിള്ളേരാണ് ഇവിടെ പണിയെടുക്കാൻ വന്നത്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് പെണ്ണുങ്ങൾ വരുമ്പോഴും തിരിച്ചു പോകുന്ന സമയത്തും ഈ പാലത്തിൻ്റെ മുകളിൽ നിറച്ച് ചെറുപ്പക്കാരും യുവാക്കളൊക്കെ ഇങ്ങനെ നിൽക്കും പഞ്ചാരടിക്കാൻ, ലൈനടിക്കാൻ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പഞ്ചാര അടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന് പഞ്ചാരപ്പാലം എന്ന പേര് വന്നത്. ഇതിന് തൊട്ടടുത്ത് വേറൊരു പാലം കൂടി ഉണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ പേര് ചുങ്കം പാലം എന്നാണ്. ചുങ്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്രിട്ടീഷ് കൊച്ചിയുടെയും കൊച്ചി രാജ്യത്തിൻ്റെയും അതിർത്തി നിർമ്മിക്കുന്ന ഒരു വലിയൊരു പാലമാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന പാലമാണ്. ഈ പാലത്തിലൂടെ ബ്രിട്ടീഷ് കൊച്ചിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കരം കൊടുക്കണം, ടാക്സ് അടക്കണം. നമ്മുടെ ദേഹപരിശോധനയൊക്കെ നടത്തിയിട്ട് മാത്രമേ ബ്രിട്ടീഷ് കൊച്ചിയിലേക്ക് കയറ്റുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതെല്ലാം പരിശോധിച്ച് അതിന് തക്കതായ കരവും അടക്കണം. അങ്ങനെ ഈ പാലത്തിൻ്റെ പേര് ചുങ്കം പാലം എന്ന് വന്നത്. ഇതെല്ലാം ഏതാണ്ട് ഒരു ചുറ്റുവട്ടത്ത് ഉള്ള പാലങ്ങളുടെ കഥയാണ്, സ്ഥലങ്ങളുടെ പേരാണ്. അഞ്ചിക്കൈമൾ എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു പ്രമുഖ നഗരമായിരുന്നു. അതിൻ്റെ കൗതുകമറിയാൻ കാത്തിരിക്കുക.